വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണോ? അതോ മരണം മറ്റൊരു ജീവിതത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് തീരുകയാണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. പൊതുവെയുള്ള വിശ്വാസം മരണത്തോടുകൂടെ നീതിമാന്മാരായ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നും ശരീരം അടക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദുഷ്ടന്മാരാണെങ്കിൽ അവരെ നരകത്തിലേക്കും അയക്കുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകണമെങ്കിൽ മരണം ആവശ്യമാണ്. അപ്പോൾ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വേദപുസ്തകം മരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിരാമമാണെന്നും ജീവൻ്റെ നാശമാണെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിൻ്റെ കാരണമായി തീർന്ന പാപം, അത് ഏദനിൽ വെച്ചാണ് ആ പാപം ആരംഭിച്ചത്. അതുകൊണ്ട് ഏദനിൽ വെച്ച് തന്നെ മരണവും ആരംഭിച്ചു എന്നാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ മാത്രം അധിഷ്ഠിതമാക്കി ചിന്തിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാമിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ദൈവത്തിൻ്റെ ഭൗമിക സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന പടിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദാം. ആദാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദാമിന് മറ്റ് ജീവികളിൽ നിന്നും വിശേഷമായ ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകത. ഈ വിശേഷ ബുദ്ധി സൃഷ്ടാവിനെ അറിയുവാനും സൃഷ്ടാവിനെ അനുസരിക്കുവാനും വേണ്ടിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ള ജീവികൾക്കൊന്നും ഈ വിശേഷത ഇല്ല. അവർക്ക് വേണ്ടുന്നതായ സാമാന്യ ബുദ്ധികൾ മാത്രമേ മറ്റ് ജീവികൾക്കുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ശേഷം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി എന്നാണ്. അപ്പോൾ ആദാമിന് ജീവസന്ധാരണത്തിന് ആവശ്യമായ എല്ലാ ഉപാധികളും ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ തോട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തോട്ടത്തിൽ കൗതുക വൃക്ഷങ്ങളുണ്ടായിരുന്നു, നല്ല ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമുണ്ടായിരുന്നു, ജീവവൃക്ഷമുണ്ടായിരുന്നു. ഈ ജീവവൃക്ഷത്തിൽ നിന്ന് അവർ നിത്യവും ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. നിത്യം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതവും ജീവനും നിത്യകാലം നിലനിൽക്കാമായിരുന്ന അവസ്ഥയിലാണ്. ജീവവൃക്ഷത്തിൽ നിന്ന് എന്ന് ഭക്ഷിക്കാതിരിക്കുന്നോ
അന്നു മുതൽ അവർ മരണത്തിൻ്റെ വഴിയിലാണ്. ദൈവം ആദ്യ മനുഷ്യൻ്റെ അനുസരണത്തെ ഒന്ന് പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞു. ആദാമിനെ ഒന്ന് പരിശോധിക്കുക ചെയ്ത്. ആദാമിൻ്റെ അനുസരണത്തെ പരിശോധിക്കുകയാണ്. അതിന് ദൈവം തിരഞ്ഞെടുത്ത ഉപാധി ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്നുള്ള ഒരു കൽപ്പനയാണ്, ഒരു പ്രമാണമായിട്ട് അവർ കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു മരണത്തിൻ്റെ അവസ്ഥയിലായി തീരുവാൻ കാരണം ഈ വൃക്ഷഫലം തിന്നുന്നതാണ്. ആ വൃക്ഷഫലം തിന്നുന്നത് അനുസരണക്കേടായിട്ട് ദൈവം പരിഗണിക്കും എന്നുള്ളതാണ്. വൃക്ഷഫലത്തിന് കുഴപ്പമുള്ളതൊന്നുമല്ല. അപ്പം ഈ പ്രമാണം നിലനിൽക്കെ ഈ പ്രമാണം ലംഘിച്ച്, ഈ കൽപ്പന ലംഘിച്ച് ഈ വൃക്ഷഫലം തിന്നണം എന്നുള്ള ഒരു പ്രലോഭനം ആദ്യ മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുവാനിടയായി. ഒരു പ്രലോഭനം, അത് തിന്നു നോക്കിയാലോ, അത് തിന്നാൽ എന്താ, ഇങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അപ്പം അത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു. ആ അവസ്ഥയിലേക്ക് വീണ്ടും ആയിത്തീരും എന്നുള്ളതാണ് മരണം. അതുകൊണ്ടാണ് നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും എന്ന് പറഞ്ഞിരിക്കും. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് നിലത്തെ പൊടി കൊണ്ടാണ്. അവൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോ ജീവനുള്ള ദേഹി എന്നാ പറഞ്ഞു. ദേഹി എന്ന് പറഞ്ഞാൽ ദേഹത്തോടു കൂടിയതാണ്. ദേഹത്തിൽ ജീവൻ വ്യാപരിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണ് ആദാമിൻ്റെ സൃഷ്ടിയിൽ. അപ്പം നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചിട്ട് ആ ബോഡിയിൽ ജീവശ്വാസം ദൈവം പകരുക ചെയ്തു. അപ്പോൾ ആദാം ഒരു ജീവനുള്ള ഒരു വ്യക്തിയായി തീർന്നു. അപ്പോൾ ദേഹവും ജീവനും കൂടിച്ചേർന്നാണ് ആദാം എന്ന വ്യക്തി രൂപം കൊണ്ടത്.
ദേഹത്തിൻ്റെയും ജീവന്റെയും വേർപിരിയൽ ആ വ്യക്തി ഇല്ലാതെയാകുന്നു എന്നാണ്. ശ്വാസം മാത്രമായിട്ട് ഒരു വ്യക്തിയാകുന്നില്ല, ശരീരം മാത്രമായിട്ട് ഒരു വ്യക്തിയാകുന്നില്ല. ശരീരവും ശ്വാസവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആദാമെന്ന ഒരു വ്യക്തി രൂപം കൊണ്ടു. അങ്ങനെയാണ് ആദാമിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ ശ്വസിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ തന്നെയല്ലേ. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ മൂക്കിൽ കൂടി വലിച്ച് ഉള്ളിൽ കയറ്റുന്നു, അത് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നു. ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ 2 മിനിറ്റ് ഈ ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. 2 മിനിറ്റിൽ കൂടുതൽ ശ്വാസം പിടിച്ച് ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. അതോടുകൂടി ആ മനുഷ്യൻ്റെ കഥ കഴിയുക. ആ മനുഷ്യൻ പിന്നെ ഇല്ല, മരിച്ചു പോവുക. നിശ്ചലമായൊരു ബോഡി, അതിന് ജീവശ്വാസം സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദാമിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ആദാമിന് സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും തന്നെയാണ് ആദാമ്യ സന്തതി പരമ്പരകൾക്കുള്ളത്. ആദാമിനില്ലാത്ത വിശേഷതയൊന്നും ആദാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് കൈമാറിയിട്ടില്ല. ആദാം കൽപ്പന ലംഘിച്ചു, അനുസരണം കെട്ടവനായി, ദൈവത്തിൻ്റെ കോപത്തിനും ശിക്ഷയ്ക്കും വിധേയനായി ആദാമിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിട്ട് 930 സംവത്സരം ജീവിച്ചിരുന്നു ആദാം. അങ്ങനെ 930 സംവത്സരം കഴിഞ്ഞപ്പോൾ ആദാം മരിച്ചു. പിന്നെ ആദാം എന്ന് പറയുന്ന വ്യക്തിയില്ല, അദ്ദേഹത്തെ മക്കള് അടക്കം ചെയ്തു. ഇതാണ് ആദാമിനെ കുറിച്ചുള്ള ഒരു വിവരണം. പിന്നെ മറ്റൊരു കാര്യം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം ഈ വൃക്ഷഫലം തിന്നതിന് ശേഷം 930 സംവത്സരം ജീവിച്ചിരുന്നിട്ടാണ് മരിച്ചത്. അപ്പൊ എങ്ങനെയാ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞത് ഒക്കുന്നത് എങ്ങനെയാണ്? ആദാമിനെ സംബന്ധിച്ച് 930 സംവത്സരം കഴിഞ്ഞിട്ട് ബാക്കി 70 വർഷത്തോടെ കൂട്ടിയാൽ പിന്നെ 1000 വർഷമായി. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും മാത്രം ഇരിക്കുന്നു. അപ്പൊ യഹോവയുടെ ദൃഷ്ടിയിൽ 1000 വർഷം ആദാം ജീവിച്ചില്ല. യഹോവയുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം ആദാം ജീവിച്ചില്ല. അതുകൊണ്ട് ആ തിന്ന നാളിൽ തന്നെ മരിച്ചു. 930 സംവത്സരം ജീവിച്ചു, പിന്നെ അവൻ മരിച്ചു. അപ്പൊ ഈ തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചില ആളുകൾ അതിന് മറ്റൊരു വ്യാഖ്യാനം
പറയുന്നുണ്ട്. തിന്നുന്ന നാള് എന്ന് പറയും, നാളിൽ മരിക്കണ്ടേ. അതിന് ആത്മീയമായി മരിച്ചു എന്നാ പറഞ്ഞു. ആത്മീയമായി തിന്നുന്ന നാളിൽ മരിച്ചു. പിന്നെ ജഡപ്രകാരം മരിക്കുന്നത് 930 സംവത്സരത്തിലാണ്. എന്നാലും ഏതു വിധത്തിലായാലും മരണം എന്നുള്ളത് ആദാം എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഇല്ലാതായി എന്നുള്ളതാണ്. ആത്മീയ മരണം എന്ന് പറഞ്ഞ ഒരു മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ആ ആശയം ഒക്കൂല. കാരണം ആദാമിന് ആത്മീയ മരണം സംഭവിച്ചെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ മരണം സംഭവിച്ചെങ്കിൽ, അതേ മരണം തന്നെ ആദാമിൻ്റെ മക്കൾക്കും സംഭവിക്കണം. ആത്മീയ മരണവും സംഭവിക്കണം. കയ്യന്, ഹാബേൽ അവരാണ് ആദ്യം ആദാമിന് ജനിക്കുന്നത്. അതിൽ കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയും. ഹാബേലോ, ഹാബേലിനെ കുറിച്ച് നീതിമാനായ ഹാബേൽ എന്നാ പറയുന്നത്. നീതിമാനായ ഹാബേൽ. ഒരു ആത്മീയനെ കുറിച്ച് നീതിമാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ആദാമിന് ആത്മീയ മരണം സംഭവിച്ചു, ആദാമിന്റെ മകന് ആത്മീയ മരണം സംഭവിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ആദാമിന് കിട്ടിയ എല്ലാ കാര്യങ്ങളെ ആദാമിന്റെ സന്തതി പരമ്പരകൾക്കും. ആദാമിന്റെ സ്വത്ത്, പൈതൃക സ്വത്ത് എന്നുള്ളത് മരണമാണ്. അതാണ് മക്കൾക്കും കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആദാമിൽ കൂടെ എല്ലാവരും പാപികളായി. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആത്മീയ മരണം ഉണ്ടെന്നിരിക്കട്ടെ, കുഴപ്പമില്ല. ആത്മീയ മരണം ആദാമിന്റെ സന്തതി പരമ്പരകൾക്കും ഇല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാ ഹാബേൽ നീതിമാനായി തീർന്നത്? പിന്നെ ആദാമിന് ജനിക്കുന്ന ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്ന് എഴുതിയിരിക്കും. ഏനോശ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഏനോശിന് ആത്മീയ മരണം സംഭവിച്ചില്ലേ? സംഭവിച്ചില്ല. പിന്നെ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്കിന് ആത്മീയ മരണം സംഭവിച്ചില്ല. അപ്പൊ ഇതൊന്നുമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ശിക്ഷയുടെ നടപടിക്രമം. മരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമ്പൂർണ്ണ നാശമാണ്. അത് നീതിമാനായാലും ദുഷ്ടനായിരുന്നാലും മരണം ഒരു മനുഷ്യന്റെ മാത്രമല്ല, ഒരു ജീവിയുടെ സമ്പൂർണ്ണ നാശമാണ്. വേദപുസ്തകം അത് വെളിപ്പെടുത്തുന്നുണ്ട്. സഭാപ്രസംഗി 3-ാം അധ്യായം എടുത്തു. അവിടെ മനുഷ്യരുടെ മരണത്തെക്കുറിച്ചും മൃഗങ്ങളുടെ മരണത്തെക്കുറിച്ചും പറയുന്നു. മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചും മൃഗങ്ങളുടെ ആത്മാവിനെ കുറിച്ചും പറയുന്നു. സഭാപ്രസംഗി 3-4 മുതലാണെന്നോ.
104-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. 104-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ശ്വാസം എന്നുള്ള പ്രയോഗം തന്നെയാണ്, ജീവശ്വാസം എന്ന സഭാപ്രസംഗി 3:18 ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. സഭാപ്രസംഗി 3:18. മനുഷ്യന് മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. എന്ന് പറഞ്ഞാൽ മരണമെന്നുള്ള ആ പ്രക്രിയ എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ തന്നെ. മരണമെന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നാശമാണെന്നാണ് ഇവിടെ സഭാപ്രസംഗി എഴുതിയിരിക്കുന്നത്. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. ഏത്? മൃഗങ്ങൾ മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, മനുഷ്യനും മരിക്കും. രണ്ടിനും ശ്വാസമൊന്നത്രേ. മനുഷ്യനും മൃഗത്തിനും ശ്വാസമൊന്നത്രേ. രണ്ടു കൂട്ടരും ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് രണ്ടു കൂട്ടരും ജീവിക്കുന്നു. രണ്ടിനും ശ്വാസമൊന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, മൃഗത്തിന് മനുഷ്യരെക്കാൾ വിശേഷതയില്ല. മരണത്തിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെയാണ്. സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മൃഗങ്ങളെ, മത്സ്യങ്ങളെ, പക്ഷികളെ, ഇങ്ങനെ ജീവനുള്ള അവയൊക്കെയും മനുഷ്യൻ്റെ ജീവനോട് തന്നെയാണ് താരതമ്യപ്പെടുത്തി. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മനുഷ്യനുള്ള വിശേഷത എന്ന് പറഞ്ഞാൽ മനുഷ്യന് സൃഷ്ടാവിനെ അറിയുവാനുള്ള വിശേഷ ബുദ്ധിയുണ്ട്. മറ്റ് ജീവന്റെ കാര്യത്തിലും ജീവന കാര്യങ്ങളിലും ഒക്കെ ഒന്നു തന്നെയാണ്. പിന്നെ മനുഷ്യനുള്ള മറ്റൊരു വിശേഷത എന്ന് പറഞ്ഞാൽ ശരീരാകൃതിയിൽ വിശേഷതയുണ്ട്. മരണത്തിൻ്റെ കാര്യത്തിൽ വിശേഷതയൊന്നുമില്ല. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം ഈ ഭൂമിയിൽ നിന്നുണ്ടായതാണ്. എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെ മടങ്ങിച്ചേരുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ? ശലോമോൻ ഇതൊക്കെ എഴുതുന്ന കാലത്ത് തന്നെ ഈ ആത്മാവ് മറ്റേതോ ലോകത്ത് പോയി ജീവിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ളവരുടെ കാലത്തൊക്കെയാണ് ഇത് എഴുതുന്നത്. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം? അപ്പോൾ
മനുഷ്യൻ്റെ ആത്മാവ്, മൃഗത്തിൻ്റെ ആത്മാവ്. ഇവിടെ ആത്മാവ് എന്നുള്ള പദം ശ്വാസമെന്ന ഇതിൻ്റെ മൂലത്തിൽ മനുഷ്യൻ്റെ ശ്വാസം, മൃഗത്തിൻ്റെ ശ്വാസം. മരണത്തിൽ ഇതെല്ലാം സമ്പൂർണമായി നശിച്ചുവോ? മനുഷ്യനില്ലാതെയാകുന്നു, മൃഗങ്ങൾ ഇല്ലാതെയാകും. ഇതാണ് മരണത്തിൻ്റെ സ്വഭാവം. മരണത്തിന് ഇതിൽ അപ്പുറമായി ഒരു നിർവചനം. മരണം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു മാർഗമാണ് എന്നുള്ള ആശയം വേദപുസ്തകം നിഷേധിക്കുകയാണ്. ആദ്യം നമ്മൾ മരണം മനുഷ്യൻ്റെ സമ്പൂർണ്ണ നാശമാണെന്ന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ മരണത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ വഴികളുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് അതിൻ്റെ ശേഷമാണ്. യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ ഒരു രാജാവിൻ്റെ അനുഭവം പറയുന്നുണ്ട്. യഹൂദ രാജാവായ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ്. അതിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഹിസ്കിയാവിനൊരു മഹാരോഗം, ഒരു ഒറ്റപ്പരുവായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കത്തക്ക അവസ്ഥയിലായി. അപ്പോൾ ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിന് തൻ്റെ ആയുസ്സിനോട് 15 വർഷം യഹോവ കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഹിസ്കിയാവ് മരണത്തിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടു. ആ ഹിസ്കിയാവ് പറയുകയാണ്, 10-ാം വാക്യം മുതൽ ഹിസ്കിയാവ് പറയാണ്, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വന്നു. ഉണ്ടോ? യഹോവ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പം ഹിസ്കിയാവ് നിസ്സാരനായ ആളല്ല, യഹോവയ്ക്ക് ഇഷ്ടനായ ആൾ തന്നെയാണ്. അതുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടി. അദ്ദേഹത്തിൻ്റെ രോഗം മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറയാണ്, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വന്നു. ഹിസ്കിയാവ് അങ്ങ് മരിക്കുമായിരുന്നെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോയി അവിടെ യഹോവയുടെ അടുത്ത് ഇരിക്കാറുന്നല്ലോ. അവിടെ ഇരുന്ന് യഹോവയെ കണ്ടുകൊണ്ട് പാടി സ്തുതിക്കാമായിരുന്നു. അത്രയും സുഖമുണ്ടോ ഈ ഭൂമിയിൽ 15 കൊല്ലം അങ്ങനെ ഇരുന്ന? എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്ക് ഇല്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടോ? അപ്പൊ ഈ ആയുസ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു ഹിസ്കിയാവിനുണ്ടായിരുന്നത്. എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്ക് ഇല്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് കാണുകയില്ല. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഹിസ്കിയാവിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ഇരുന്നാൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ ഇരുന്ന് തന്നെ, ഇസ്രായേലിൻ്റെ ഇടയിൽ ഇരുന്ന് തന്നെ യഹോവയെ രുചിച്ചറിയാൻ പറ്റുമായിരുന്നു. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജീവിച്ചിരിക്കാതെ മരിച്ചുപോയാൽ ഭൂവാസികളുടെ ഇടയിൽ ഇരുന്ന് മനുഷ്യരെ കാണാൻ പറ്റുമോ? എൻ്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയക്കൂമ്പാരം പോലെ
എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണിയുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. നെയ്ത്തുകാരൻ്റെ പണിയെല്ലാം തീരുമ്പോഴേ തുണി ചുരുട്ടി വയ്ക്കുന്നത് പോലെ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. എന്തിനാ ചുരുട്ടി വയ്ക്കേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് പോയി യഹോവയെ സ്തുതിക്കാൻ മേലേ? അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു. ഹിസ്കിയാവ് മരിക്കുമായിരുന്നെങ്കിൽ പാവിൽ നിന്ന് അറുത്തു കളയുന്ന ഒരവസ്ഥയിലായി തീർന്നേനെ. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. കണ്ടോ, അന്തം വരുത്തുന്നു പറഞ്ഞാൽ എനിക്ക് അറുതി വരുത്തുന്നു, എനിക്ക് മരണം സംഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെല്ലാം തകർത്ത് കളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ഒരു രാപ്പകൽ എന്ന് പറഞ്ഞാൽ ഒരു രാവും പകലും ചേർന്നാണ് ഒരു ദിവസം. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ഇപ്പൊ നമ്മൾ മറ്റൊരു കാര്യം അവിടെ ഓർക്കാം. ഏതാ? അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു ദിവസം കഴിയുന്നതിന് മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ആദാമിനെ സംബന്ധിച്ച് 930 സംവത്സരേ ജീവിച്ചു, 1000 സംവത്സരം ജീവിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു സൂചന ഇവിടെ പറയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുന്നു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ശവക്കുഴിയിൽ നിന്ന്. ഹിസ്കിയാവ് പറയും, ഞാൻ മരിച്ചാൽ ശവക്കുഴിയിലേക്കല്ലേ പോണേ? ഞാൻ ശവക്കുഴിയിലേക്ക് പോകാതിരിക്കാൻ എൻ്റെ പ്രാണന്, എൻ്റെ ജീവനെ നാശക്കുഴിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എങ്ങനെയാ? 15 കൊല്ലോടെ കൂട്ടിക്കൊടുത്തപ്പോ കുറെ കൂടെ ജീവിക്കാനുള്ള ആയുസ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ നാശക്കുഴിയിൽ അകപ്പെട്ടു പോകുമായിരുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. ഹിസ്കിയാവ്, ഞാൻ പാതാളത്തിൽ പോയാൽ കുഴപ്പമില്ല, ഞാൻ അവിടെ കിടന്ന് നിന്നെ സ്തുതിച്ചോളാം. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ മരിച്ചു കിടന്ന് നിന്നെ സ്തുതിച്ചോളാം എന്ന് ഹിസ്കിയാവ് പറഞ്ഞോ? ഇല്ല, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല. ഞാൻ പാതാളത്തിലേക്ക് പോയാൽ നിനക്കെന്താ പ്രയോജനം? ഞാൻ മരിച്ചു പോയാൽ നിനക്കെന്താ പ്രയോജനം? നിന്നെ സ്തുതിക്കാൻ എനിക്ക് പറ്റുമോ? പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. കുഴിയിൽ ഇറങ്ങുന്നവർ, ശവക്കുഴിയിലെ കാര്യ, ഷിയോലിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല. കാരണം നീ ചെല്ലുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയോ അറിവോ സൂത്രമോ ജ്ഞാനമോ ഒന്നുമില്ല. മൃതപ്രായനായ മനുഷ്യൻ ഓർമ്മ, വിചാര, വികാരങ്ങൾ എല്ലാം മരണത്തോടുകൂടി നഷ്ടപ്പെടുന്നു. വെറും നിർജീവമായ ഒരു ശരീരം, അത് നിന്നെ സ്തുതിക്കുന്നില്ല, നിന്നെക്കുറിച്ച് പ്രത്യാശിക്കുന്നില്ല. അതുകൊണ്ട് കുഴിയിലിറങ്ങുന്നവൻ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ
ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ ഈ 15 വർഷം കൂടെ എനിക്ക് ആയുസ് നീട്ടിത്തന്നതുകൊണ്ട് ഞാൻ ജീവനുള്ളവനാണ്. അതുകൊണ്ട് എന്നെപ്പോലെ ഇന്നുള്ളതുപോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കുന്നു. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. അപ്പം മരണത്തിൻ്റെ ആ ശൂന്യത, ആ നശ്വരത എന്താണെന്ന് ഈ അധ്യായത്തിൽ ഹിസ്കീയാവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേദപുസ്തകം സൂക്ഷ്മം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. അവന് താഴ്ച ഭവിക്കുന്നത് അവൻ അറിയുന്നില്ല. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. അപ്പോൾ മരണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനും മറ്റ് ജീവികളും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ മരണത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാനുള്ള മാർഗം ദൈവം ഒരുക്കി എന്നുള്ളതാണ്. മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള മാർഗം എന്നുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ മാർഗമാണ്. ഈ ലോകത്തിൻ്റെ സയൻസ് പ്രകാരമുള്ള കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും മരണത്തെ നീക്കുവാൻ ഒരു പണ്ഡിതനും ഒരു ശാസ്ത്രത്തിനും കഴിയുന്നതല്ല. മരണത്തെ നീക്കുവാൻ യഹോവ വച്ചിരിക്കുന്ന വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി മരണത്തിൽ നിന്ന് മനുഷ്യന് മോചനം ലഭിക്കും. മോചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആദാമിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദാമിന് വേണ്ടി യേശുക്രിസ്തു മറുവിലിയായിത്തീർന്നു. ആദാമിനെ ആ 930 സംവത്സരം കഴിഞ്ഞ് സംഭവിച്ച മരണത്തിൽ നിന്ന് ആദാമിനെ വീണ്ടും ദൈവം ഭൂമിയിലേക്ക് യേശുക്രിസ്തു വഴി ഉയർപ്പിനാൽ കൊണ്ടുവരും. അതാണ് മരണത്തിൻ്റെ പരിഹാരം. ഇത് ശാസ്ത്ര സാങ്കേതിക വകുപ്പുകൾക്കൊന്നും പറ്റുന്ന കാര്യമല്ല. ഇത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ്. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലേ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഭാവി ജീവിതത്തെക്കുറിച്ചും മരണത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചുമൊക്കെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ മറ്റൊരു പുസ്തകങ്ങളും പഠിപ്പിക്കുന്നില്ല. ഇതില് ഉപരിയായിട്ടുള്ള ഉപദേശങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒന്നും നമ്മളെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാനോ നമ്മളെ നിത്യജീവന് യോഗ്യരാക്കി തീർക്കുവാനോ കഴിയുന്നതല്ല. അപ്പോ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യനെ വീണ്ടും ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഏദൻ പറുദീസ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അപ്പോൾ ആദാമും ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ഒക്കെയും ഈ പറുദീസയിലേക്ക് പുനർജനനം വഴി പറുദീസയിലേക്ക് വരും എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലിയാണ്. യേശുക്രിസ്തുവിൻ്റെ ബലിയിലുള്ള വിശ്വാസത്താലാണ് ഈ പറുദീസയിലുള്ള നിത്യജീവനും ഓരോരുത്തർക്കും അവകാശമാക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന നിയമം.
ഏദൻ തോട്ടത്തിൽ ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പുതിയ തോട്ടത്തിൽ, പുതിയ പർദീസയിൽ പ്രവേശിക്കുന്നവർക്ക് നിത്യജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന പ്രമാണം, പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്നതാണ് പ്രമാണം. ഒരു പുതിയ പ്രമാണം അവിടെ നിലവിൽ വരും. അത് വൃക്ഷഫലത്തോട് ബന്ധപ്പെട്ട പ്രമാണമല്ല, അത് ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട പ്രമാണമാണ്. അത് യേശുക്രിസ്തുവിനെയാണ് അവിടെ ഒരു വ്യക്തിയായിട്ട് ദൈവം നിർത്തുവാൻ പോകും. മധ്യസ്ഥനും മറുവിലിയും ഭൂമിയുടെ രാജാവുമായിട്ട് യേശുക്രിസ്തുവിനെ ദൈവം അവരോധിക്കും. അപ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് നിത്യജീവൻ പ്രാപിച്ച് ആ പർദീസയിൽ നിത്യകാലം ജീവിക്കാം. അപ്പം അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഒരു രൂപരേഖ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി. ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദാം കൽപ്പന ലംഘിച്ച് മരണത്തിന് വിധേയനായി തീർന്ന് ആ മരണം വഴി സ്വർഗത്തിനോ നരകത്തിനോ അവകാശിയായി തീരുക, യോഗ്യരായി തീരുക എന്നുള്ള അടിസ്ഥാനത്തിലല്ല. ആദാം എക്കാലവും ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ള ആ വ്യക്തതയിൽ തന്നെ ആ ദൈവം ആദാമിനെ സൃഷ്ടിച്ചാക്കിയത്. പക്ഷെ ആ ജീവനും ജീവിതവും നിലനിർത്തണമെങ്കിൽ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലേ സാധ്യമാകുമായിരുന്നുള്ളൂ. ആ പ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ ആദാമിന് വീഴ്ച പറ്റി. അതാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാനുള്ള കാരണമായിട്ട്. അപ്പോൾ മരണം മനുഷ്യനെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഇല്ലായ്മയാണ്. പലർക്കും പല സംശയം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ സ്വർഗത്തിൽ ജീവിതം ഉള്ളവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വിളിയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് ഞങ്ങൾ മറ്റൊരവസരത്തിൽ ഒരു വിഷയമായിട്ട് തന്നെ അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആർക്കൊക്കെ സ്വർഗത്തിൽ പോകാം, എത്ര പേർക്ക് സ്വർഗത്തിൽ പോകാം, സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകൾ എന്താണ്, എന്നു മുതലാണ് സ്വർഗത്തിലേക്കുള്ള വിളി ആരംഭിച്ചത്, എന്നാണ് സ്വർഗത്തിലേക്കുള്ള വിളി അവസാനിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചും, പിന്നെ ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നശിപ്പിക്കുക എന്നുള്ള പ്രയോഗം, ഇങ്ങനെയുള്ള ഇതര വിഷയങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ മരണത്തിൻ്റെ ഈ നശ്വരത, മരണമെന്ന സംഭവം, ആ മായ അതെങ്ങനെ നടപ്പാകുന്നു, എന്തിനു വേണ്ടി നടപ്പാക്കി, അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ അല്പമായി ചിന്തിച്ചു. വേദപുസ്തകം വ്യക്തിപരമായി പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് സാമാന്യമായ ധാരണകൾ ഉണ്ടാകാൻ സാധിക്കും. ആരും വേദപുസ്തകം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള അപാകതകൾ. വേദപുസ്തക വ്യാഖ്യാതാക്കൾ എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാർ, അവർ വേണ്ടത്ര പാണ്ഡിത്യം അറിവില്ലാതെ തന്നെയാണ് വേദപുസ്തകത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വന്നിരിക്കുന്ന ന്യൂനതകളാണ് ഇതൊക്കെ. കുറേ അബദ്ധവിശ്വാസങ്ങളൊക്കെ വേദപുസ്തകം തനിയെ പഠിക്കുന്നവർക്കും ഒഴിവാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, ജീവനെക്കുറിച്ച് ഉള്ള പ്രമാണങ്ങൾ വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വിഷയങ്ങളിൽ കൂടി അവതരിപ്പിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം.